മഴയിൽ മൺതിട്ട ഇടിഞ്ഞു വീണ് തകർന്ന ഉരുവച്ചാലിലെ മത്സ്യഫെഡിൻ്റെ ഫിഷ് മാർട്ട് ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു. തകർച്ച നേരിടുന്ന കെട്ടിടം ഏത് സമയവും നിലംപതിക്കുന്ന അവസ്ഥയിലാണ്. ഉദ്ഘാടനത്തിന് ആഴ്ചകൾ ബാക്കി നിൽക്കെയാണ് കെട്ടിടത്തിന് മുകളിലേക്ക് മൺതിട്ട ഇടിഞ്ഞു വീണത്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഫിഷ് മാർട്ടുകൾ ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായാണ് മട്ടന്നൂർ മണ്ഡലത്തിൽ ഉരുവച്ചാൽ പട്ടണത്തിൽ ഫിഷ് മാർട്ട് ഒരുക്കിയത്. 2024 ആഗസ്റ്റിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കെട്ടിടം തയ്യാറാക്കിയെങ്കിലും ജൂലൈ അവസാന വാരം പെയ്ത കനത്ത മഴയിൽ കെട്ടിടത്തിന് പിറകുവശത്തെ മൺതിട്ട ഇടിഞ്ഞ് കെട്ടിടത്തിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ലക്ഷങ്ങൾ ചെലവിട്ട് നിർമ്മിച്ച കെട്ടിടം പൂർണ്ണമായും തകർന്ന നിലയിലാണ്. കല്ലിന് പകരം പ്രത്യേകതരം മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ഭിത്തികൾ നിർമ്മിച്ചത്. മൺതിട്ട വീണതോടെ പിറകുവശത്തെ ഭിത്തിയും തകർത്ത് കെട്ടിടത്തിനുള്ളിൽ മണ്ണ് നിറഞ്ഞ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കെട്ടിടം ഏത് നിമിഷവും നിലംപതിക്കുമെന്ന അവസ്ഥയിലാണ്. സമീപത്തെ വ്യാപാരികളും മറ്റും ഇതു സംബന്ധിച്ച് ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്ന പരാതിയുണ്ട്. മണ്ണിടിച്ച ഭാഗത്ത് മൺതിട്ടയോട് ചേർന്ന് കെട്ടിടം നിർമ്മിച്ചതാണ് ഇത്രയും വലിയ അപകടത്തിനിടയാക്കിയത്. ഇപ്പോഴും സമീപത്ത് ഇടിഞ്ഞു വീഴാറായ നിലയിൽ മൺതിട്ടകളുണ്ട്. മൺതിട്ടയിൽ വിള്ളൽ വീണ് പാളിയായി ഇടിഞ്ഞു വീഴുമെന്ന ഭീഷണിയുമുണ്ട്. വിഷമില്ലാത്ത നല്ല മത്സ്യങ്ങൾ ജനങ്ങൾക്ക് ലഭ്യമാക്കാനാണ് മത്സ്യഫെഡ് നേരിട്ട് മത്സ്യ മാർക്കറ്റ് നിർമ്മിച്ചത്. കുറച്ച് നാൾ മുമ്പ് മത്സ്യഫെഡ് അധികൃതരെത്തി കടയ്ക്കുള്ളിലെ ഫ്രീസറും മറ്റും എടുത്തുകൊണ്ടുപോയിരുന്നു. കെട്ടിടം ഉദ്ഘാടനത്തിന് മുന്നേ തകർന്നതിനാൽ സർക്കാരിന് ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായത്. ഇത് പൊളിച്ചു നീക്കി പുനർനിർമ്മിക്കാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. വിഷമയമായ മത്സ്യങ്ങൾ വിപണികളിലേക്ക് എത്തിയതോടെ ജനങ്ങൾക്ക് നല്ല മത്സ്യം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫിഷ് മാർട്ട് എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ജില്ലയിലെ വിവിധ ഫിഷ് ലാൻഡിംഗ് സെൻ്ററുകളിൽ നിന്ന് മത്സ്യഫെഡ് നേരിട്ടും മത്സ്യത്തൊഴിലാളി സഹകരണ സംഘങ്ങൾ വഴിയും ശേഖരിക്കുന്ന മത്സ്യങ്ങൾ ഫിഷ് മാർട്ടുകൾ വഴി വിതരണം ചെയ്യലായിരുന്നു ലക്ഷ്യം. എന്നാൽ കെട്ടിടം തകർന്നതോടെ എല്ലാം വാക്കുകളിൽ മാത്രമായി. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.